അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദീനയിലേക്കുള്ള വഴിത്താര. യൂസുഫ് ഫൈസി കാഞ്ഞിരപ്പുഴ എഴുതുന്നു. അധ്യായം 1. പ്രപഞ്ചത്തിൻ്റെ പ്രകാശം, സൗന്ദര്യത്തിൻ്റെ സൂര്യ തേജസ്. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ദൈവദൂതരെ, എൻ്റെ പിതാവും മാതാവും താങ്കൾക്കായി ബലി എല്ലാ വസ്തുക്കൾക്കും മുമ്പായി അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിവചിച്ചു, അള്ളാഹു ആദ്യം പടച്ചത് തൻ്റെ പ്രകാശത്തിൽ നിന്ന് നിൻ്റെ നബിയുടെ പ്രകാശമായിരുന്നു ജാബിറെ. ആ പ്രകാശം അള്ളാഹു ഉദ്ദേശിച്ചിടത്തെല്ലാം അവൻ്റെ കഴിവ് മൂലം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ലൗഹ്, കലം, സ്വർഗം, നരകം, ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മലക്ക്, ജിന്ന്, ഇൻസ് തുടങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല. ബുഖാരി, മുസ്ലിം തുടങ്ങിയ പ്രതിഭാധനരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗുരുവര്യനായ ഹാഫിൽ അബ്ദുറസാഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് ഇമാം അസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഞാൻ എൻ്റെ നാഥൻ്റെ മുമ്പിൽ പ്രകാശമായിരുന്നു എന്ന നബിവചനം ഹദീസ് നിരൂപണ ശാസ്ത്രത്തിൽ കർശനവും കർക്കശവുമായ മാനദണ്ഡം സ്വീകരിച്ച ഹാഫിൽ അബുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അള്ളാഹു സന്ദേശം നൽകി, ഈസ, താങ്കൾ മുഹമ്മദ് നബിയിൽ നിന്ന് വിശ്വസിക്കുകയും താങ്കളുടെ ഉമ്മത്തിൽ നിന്നും മുഹമ്മദ് നബിയുടെ കാലഘട്ടം എത്തിക്കുന്നവരോട് വിശ്വസിക്കാൻ കൽപ്പിക്കുകയും വേണം. നിശ്ചയം മുഹമ്മദ് നബിയെ നാം സൃഷ്ടിക്കുകയില്ലായിരുന്നുവെങ്കിൽ ആദമിനെയും സ്വർഗം, നരകം തുടങ്ങിയ മറ്റൊന്നിനെയും നാം സൃഷ്ടിക്കുകയില്ലായിരുന്നു. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയും പ്രബലമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തതാണ് ഈ നബിവചനം. ഒരിക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ, താങ്കളുടെ പ്രായം എത്രയാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്കറിയില്ല. എന്നിരുന്നാലും 4-ാം തിരശ്ശീലയിൽ 70,000 വർഷത്തിലൊരിക്കൽ ഉദിക്കുന്നൊരു നക്ഷത്രമുണ്ട്. 72,000 തവണ ആ നക്ഷത്രം ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചു, ജിബ്രീൽ, എൻ്റെ നാഥൻ്റെ പ്രതാപമാണ്. ആ നക്ഷത്രം ഞാനായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതനായാൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹു കരാറുണ്ടാക്കിയിരുന്നു. അള്ളാഹു നബിമാരുമായി കരാറുണ്ടാക്കിയ സന്ദർഭം, നിങ്ങൾക്ക് ഞാൻ വേദവും തത്വജ്ഞാനവും നബിത്വവും നൽകുകയും പിന്നെ നിങ്ങളോട് കൂടെയുള്ള ആശയം ശരിവെക്കുന്നൊരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. തുടർന്ന് അള്ളാഹു നബിമാരോട് ചോദിച്ചു, നിങ്ങളത് അംഗീകരിക്കുകയും അക്കാര്യത്തിൽ എൻ്റെ ഉടമ്പടി സ്വീകരിക്കുകയും ചെയ്യുമോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളാകുക. ഞാനും നിങ്ങളുടെ കൂടെ സാക്ഷികളിൽപ്പെട്ടവനാകുന്നു. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 81. ആദം സന്തതികളോട് മുഴുവൻ ആത്മീയ ലോകത്ത് വെച്ച് അള്ളാഹു കരാറുണ്ടാക്കിയ വിഷയം
പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. അധ്യായം 772. താങ്കളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി അശ്രദ്ധരായിരുന്നു എന്ന് ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണിത്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം 172 എന്ന വാക്യത്തിൽ ഇക്കാര്യമാണ് പരാമർശിക്കുന്നത്. ഈ കരാറിൽ ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞത് മുഹമ്മദ് നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ പ്രവാചകനുമായി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായി ആദ്യമായി ഇന്ത്യയിൽ ഇറങ്ങി. ഏകാന്തത അനുഭവിക്കപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാങ്ക് വിളിച്ചു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വാങ്കിൽ കേട്ടപ്പോൾ അത് ആരാണെന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു. താങ്കളുടെ സന്താനങ്ങളിലെ ആദ്യ പ്രവാചകൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിയിൽ ആദ്യം പ്രവാചകനും നിയോഗത്തിൽ അന്ത്യപ്രവാചകനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുന്തു അവ്വലൻ നബിയ്യീന ഫിൽ ഖൽഖി വ ആഖിരിഹിം ഫിൽ ബഅദി. ഞാൻ സൃഷ്ടിപ്പിൽ ആദ്യ പ്രവാചകനും നിയോഗത്തിൽ അവരിലെ അവസാനത്തെ ആളുമായിരിക്കുന്നു. ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ. അല്ലാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ 7-ാം അധ്യായം 14-ാം സൂക്തം. ഫഅന അവ്വലുൽ ആബിദീൻ. ഞാൻ അല്ലാഹുവിനെ ആരാധിക്കുന്നവരിൽ ഒന്നാമനാണ്. 43-81. വ ഉമിർതു ലി അൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. 39-12-ാം അധ്യായം സൂക്തം. പ്രഥമമായി അല്ലാഹുവിനോടുള്ള വണക്കവും വിധേയത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. പ്രഥമമായി അല്ലാഹുവിനോടുള്ള വണക്കവും വിധേയത്വവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്നതെന്ന് ഈ വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ആദമിൽ ആത്മാവ് ഊതപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ആദമിൻ്റെ നെറ്റിത്തടത്തിലേക്ക് നീങ്ങി അവിടെ തിളങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവാനായ പിശാചിന് അത് കാണാൻ സാധിച്ചില്ല. ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടപ്പോൾ ആ പ്രകാശത്തിലേക്കായിരുന്നു അവർ തിരിഞ്ഞിരുന്നത്. സുജൂദ് യഥാർത്ഥത്തിൽ അല്ലാഹുവിനും ആദം കിബിലയുമായിരുന്നു. ആ കിബിലയിലെ പരമപ്രധാനമായ ലക്ഷ്യം മുഹമ്മദീയ പ്രകാശമായിരുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തടത്തിൽ തിളങ്ങിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം പിശാച് കണ്ടിരുന്നുവെങ്കിൽ
സുജൂദ് ചെയ്യുമായിരുന്നു.